ഹലോ നമസ്കാരം, രേണുസുതിയാണ്. അപ്പം സജന ചിത്ര വ്ളോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫീന ബീബി അല്ലേടി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? എനിക്ക് ഭ്രാന്തില്ല നിനക്ക്, നിന്നെ പോലെ ഒരു അലവലാതിക്ക് വീടുണ്ടാക്കി തരാൻ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെന്ന് വിളിക്കും, പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്താണ് വിളിക്കുക? ജന്തുവിനെ ജന്തു എന്നല്ല പിന്നെ മന്തു എന്ന് വിളിക്കണം. ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? ഓൾറെഡി ഞാൻ ബയോളജി പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ക്ലാസ്സിൽ കയറിയില്ല. ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി. അതുകൊണ്ട് എനിക്ക് ബയോളജി അറിഞ്ഞൂടാ. പിന്നെ ഒരു കാര്യം, ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ. ആണോ? എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്നത്, രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ്. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ DNA എടുക്കൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത്? ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട്. എന്റെ തന്ത നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ്. അല്ല നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല. നീക്ക് വേണ്ടതും എന്റെ ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷിപ്പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ത തന്നെയാണ് എന്റേത്. കൈക്കാട് കളവനിക്ക് ജോലി എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന്. നിങ്ങളുടെ എന്തിനേലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നെന്ന്. നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഷെഫീന ബീവിക്ക് മാമാ പണിയില്ല. ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ, അവനാണ്. അവൻ നടത്തുന്ന മാമാ പണി നീയാണ് യഥാർത്ഥത്തിലുള്ള ഇരയും. അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേൾക്കുന്നതിനും എന്താ പറയാ, കുരുവെട്ടിയിരിക്കുന്ന തന്തയും തള്ളയും വെച്ചിട്ട് ഷെഫീനയുടെ വണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ, മര്യാദ ഞാനങ്ങ് മറക്കും. ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല. ശരിക്കും അങ്ങോട്ട് തരും വെച്ചിട്ട് പാടി മേലെ ഷെഫീനായ ചലഞ്ച് ചെയ്ത് ഏരിയ കണ്ടുവരുന്നത്. പറഞ്ഞേ